കാരണമില്ലാതെ മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തളർന്നു പോകരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുകയും ചെയ്യുക. പറഞ്ഞ വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നേടിയെടുക്കാനും ആ വിശ്വാസം നിലനിർത്താനും ഏറെ സഹായകരമാണ്. നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആത്മസംതൃപ്തിയുള്ള വിജയം കൈവരിക്കാൻ കഴിയൂ. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നേടിയെടുക്കുന്ന വിജയം അർദ്ധമനസ്സുള്ള വിജയമായിരിക്കും. ഏറ്റവും അധികം ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. സാഹചര്യം നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഒരു പൂർണ്ണ ശ്രമം നടത്തുക. സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ശക്തിയായി തുടരാൻ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർക്ക് കഴിയും. സ്നേഹത്തിനു വേണ്ടി ആരുടെ മുൻപിലും യാചിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്കു തന്നെ വന്നു ചേരും. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരുപാട് ഇഷ്ടപ്പെടുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും തന്നിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത സ്ത്രീയെ ഒരു പുരുഷന് മറക്കാൻ പ്രയാസമാണ്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർ അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെയാവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയോ വിലപേശി വാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. ഏതു വലിയ നേട്ടത്തിന് പിന്നിലും അതിനേക്കാൾ വലിയ കഷ്ടപ്പാട് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. സ്നേഹം അഭിനയിക്കുന്ന സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുകയും നിങ്ങളെ കാണുമ്പോൾ മാത്രം അമിത സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. ഒരു കാര്യത്തിന് വേണ്ടത്ര പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല, മറിച്ച് യാതൊരു പരിശ്രമവും ഇല്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്.
മറ്റുള്ള കുട്ടികളുടെ കഴിവുകൾ നോക്കി നിങ്ങളുടെ കുട്ടിയെ വിലയിരുത്തരുത്. നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകൾ നോക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിനു മുൻപ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളെ ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നതാണ്. പലർക്കും പലതും നേടുവോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നേടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അപ്രിയമായവർ വേറെയുണ്ടാകില്ല. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാനാകും. കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. നിങ്ങളെ പരിഹസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും ആരെയും പരിഹസിക്കരുത്. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ ഒരു പരാജയവും ഇല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് പല കഴിവുകളും നമുക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമുണ്ട്. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മളെ സഹായിക്കാനെത്തുക. ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പലതുകൊണ്ടും അഭിനയിക്കുന്നവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. അതിന് കോട്ടം തട്ടുന്നതോടുകൂടി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. സെക്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകളെ 3 വിഭാഗമായി തരംതിരിക്കാം. ഏറ്റവും കൂടുതൽ താൽപ്പര്യമുള്ളവർ, ശരാശരി താൽപ്പര്യമുള്ളവർ, തീരെ താൽപ്പര്യം കുറഞ്ഞവർ എന്നിങ്ങനെ. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നിരുന്നവരുടെയും കൂട്ടുകൂടിയവരുടെയും ഒക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. ആഗ്രഹങ്ങൾ അധികമാകുമ്പോൾ അത് നമ്മുടെ സമാധാനത്തെ സാരമായി ബാധിക്കുന്നു.